അങ്ങനെ നമ്മൾ രോഹിത് സാറ് വീണ്ടും വന്നിട്ടുണ്ടേ. ഒരു ചായ കുടിക്കാൻ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ആള് പുതിയൊരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന സൊറമുക്ക് ചായക്കട. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാലിച്ചമ്പതി വിജയേട്ടന്റെ സൊറമുക്ക് ചായക്കടയിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. വാ. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നല്ല പരിപ്പുവട റെഡി ആവുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും നല്ല ചൂടായിട്ടാണ് സെർവ് ചെയ്യുന്നത്. പരിപ്പുവട കഴിഞ്ഞ ഉടനെ തന്നെ ഉഴുന്നുവടയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അവിടുത്തെ ചൂട് വിശേഷങ്ങൾ കേൾക്കാം അല്ലേ. തുടങ്ങിയിട്ട് 4 വർഷവും 2 മാസമായി. അപ്പൊ അതിനു മുമ്പ് എന്താ പരിപാടി ഉണ്ടായിരുന്നു? വാട്ടർ ഫീൽഡ് ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നാട്ടിലുള്ള ആൾക്കാരാണോ അല്ല പുറത്തുനിന്നുള്ള ആൾക്കാരാണോ? പുറത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നാട്ടുകാരും ഉണ്ട്. കാലിച്ചാമ്പതി മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ചായക്കട ഉള്ളത്. ഒരു വെറൈറ്റി പേരായതുകൊണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇട്ടു. സൊറമുക്ക് 6 മണിയാകുമ്പോൾ തുറക്കും. രാവിലെ ചായക്ക് നല്ല ആളുണ്ടായിരുന്നു. രാവിലെ പിന്നെ ദോശ, വെള്ളയപ്പം, ഇഡ്ഡലി, പൊറോട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം ഉഴുന്നുവട, പരിപ്പ് വട, ഉണ്ടക്കായ്, പിന്നെ അതുപോലെ പഴംപൊരി, പിന്നെ അതുപോലെ ഇത് മുട്ട ബജി ഉണ്ടാവും, മസാല വണ്ടയുണ്ട്, പിന്നെ അതിനിടയിൽ പഴം നിറച്ചതുണ്ടാവും, പിന്നെ കായ്പോള ഉണ്ടാവും, നെയ്യപ്പം, ചിക്കൻ റോള്. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ പൊളിവെജ് ഇടും. പൊളിവെജ് അരമണിക്കൂർ കൊണ്ട് തീരും. നല്ല സമയത്ത് നല്ല തിരക്കാം. അങ്ങനെ നമ്മൾ രോഹിത് സാറ് ഒരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബോണ്ടേന്ന് തുടങ്ങാം അല്ലേ. ചട്നിയിൽ നമുക്ക് ഒരു പരിപാടി മസാല കണ്ണൂരിന്നാ വരുന്നത്. കണ്ണൂര് മട്ടൻ്റെ മുന്നേ ഒരിക്കൽ വന്നിരുന്നു. ഇവിടുത്തെ കടികൾ നല്ല ചൂടോടില്ല കടികളാണ്, നല്ല ടേസ്റ്റുള്ള കടികളാണ്. ഇവിടെ വന്നതിനാൽ എല്ലാ പ്രാവശ്യം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടേ പോകും. എൻ്റെ പേര് ഹരീഷ്. ഞാനിവിടെ തന്നെ മെഡിക്കൽ അമ്പലത്തറ തന്നെയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ ചില്ലുകൂട്ടിലെ മൊത്തം സാധനങ്ങളും കാര്യമാക്കിയിട്ട് ഇരിപ്പാന്ന് കേട്ടോ. ഇനി ഒരു കഷ്ണം കൂടെ ബാക്കിയുണ്ട്. അതും കൂടി തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.